പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്നത്തെ ടൈറ്റിൽ നിങ്ങൾ എല്ലാവരും കണ്ടു. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. നമുക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വളരെയധികം പ്രാധാന്യം ഏറെയാണ്. അത് ടൈറ്റിലിന്റെ കാര്യം മാത്രം കൊണ്ട് പറയുന്നല്ല, വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. തേങ്ങാക്കൊലയുടെ മാങ്ങാക്കൊലയാണ് ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷേ ഇന്നത്തെ ഈ ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരുപക്ഷെ ഞാൻ ഇന്ന് പറയും, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ആയിരിക്കാം. എന്നിരുന്നാലും വീഡിയോ ആരും മിസ്സാവാതെ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമ്മുടെ തറവാട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഡ്രാഗൺ. നമ്മുടെ മധ്യലോകത്തിന്റെ പുതിയ വേർഷൻ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊരു കൊച്ചിയിലേക്ക് ആ ഒരു മെസ്സോ ബാറിലേക്ക് ഒരു ഫീൽ ആണ് വരുന്നത്. കാരണം പഴയ ആ ഒരു ആംബിയൻസ് അവിടെ വരെ പഴയ ആംബിയൻസ്, പക്ഷേ ഇതിന്റെ അപ്പുറം അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഒരു ഹോൾ ന്യൂ എഫക്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. അകത്ത് ഞാൻ ഒരു വട്ടം കയറിയായിരുന്നു, പക്ഷേ പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നമുക്കിപ്പോ കാണാം. Come on guys, നമ്മുടെ മധ്യലോകം. രംഗരാജ്, എന്താണ് ഇതെല്ലാം കണ്ടിട്ട് കണ്ണു മഞ്ഞളിക്കത്തില്ലെന്ന് അറിയാം. വർഷങ്ങളായിട്ട് ഇത് തന്നെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ്. എന്തായിട്ട് പറയൂ. RC എന്താ RC ബൈക്ക് ഷോറൂം അല്ലത്, RC എടുക്കാനായിട്ട് റോയൽ ചലഞ്ച്. അതെ, അങ്ങനെ പറ. അപ്പൊ 2 ബൈക്ക് റോയൽ ചലഞ്ച്. സിഗ്നേച്ചർ ഉണ്ടോ? എടുത്തു 2 ബൈക്ക്. പട്നേശ്വർ ഇല്ലല്ലോ അല്ലേ? തനിക്കെന്താ കേഫോ? അല്ല, എനിക്ക് ഇപ്പൊ ഇത് മതി. ഒരു ആംസ്റ്റലോ ഇന്നെല്ലാം വിപരീതമാണല്ലേ ഉണ്ടാകുന്നത്. പിന്നെ ഒരു എഗ് ബുർജി, പിന്നെന്ത് വേണം? എപ്പോഴും ബീഫല്ലേ, ഇന്ന് എന്തെങ്കിലും ചിക്കൻ പിടിച്ചാലോ? ചിക്കൻ കൊണ്ടാട്ടോ മതിയോ? എന്നാ ചിക്കൻ കൊണ്ടാട്ടം ഇന്ന് ആടാം അല്ലേ? ഞങ്ങള് ടോപ്പിലിരിക്കാം. ജോമൻജി, അപ്പൊ കലാപരിപാടി തുടങ്ങാം. ഡ്രങ്കൻ അവിടെ തുടങ്ങി കഴിഞ്ഞു അല്ലേ? എന്താ ഡ്രങ്കൻ കൂടണ്ടേ? കൂടണമെന്ന് മനസ്സ് കിടന്ന് വെമ്പെന്ന്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഐസ് വേണം. പിന്നെ എന്തോ ഒരു മറവിയാണല്ലോ ഇന്ന് വിജയ്ക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വെടിക്കെട്ട് നമ്മളിവിടെ ആരംഭിക്കുകയാണല്ലേ. ഇന്നത്തെ വീഡിയോ തന്നെ ഒരു വെടിക്കെട്ടാണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. കാരണം അടിച്ച കിളി പാറ ചെയ്യുന്നു അല്ലെ? അടിച്ച് കയറി വാങ്ങില്ല. എന്നാലും ഒത്തും പറയുന്നുണ്ടല്ലോ എപ്പോഴും, വെളുത്തിട്ട് പാറ അല്ലെ എന്ന് പറയുന്നത് പോലെ അടിച്ചിട്ട് പാറിക്കും. നമ്മളല്ല ഇന്ന് പരിചയപ്പെടുത്താൻ പോണ ഐറ്റംസ്. സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അടിച്ച് പാറാൻ പോവല്ലേ ഡ്രാഗൺ? യെസ്. അതെ, ആത്മാക്കൾക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇനി ഈ ജീവിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി അല്ലേ? ശരി. മാറ്റം പറ്റുന്നില്ല. ടൈറ്റിൽ പറഞ്ഞതുപോലെ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മളെ പെട്ടെന്ന് കിക്ക് ആക്കുന്ന കുറച്ച് ഐറ്റംസ്, അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാരാന്ന് വെച്ചാൽ മൊട്ടത്തലയൻ. ആരാണ് തന്നെ? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ഡ്രാഗൺ ജി? എല്ലാം അതിലുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഓൾഡ് മങ്ക് എന്ന് പറയുന്ന കട്ട റമ്മ്, നമ്മളെല്ലാരും ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയപ്പെടുന്നത് മൊട്ടത്തലൻ എന്നുള്ള പേരിൽ അല്ലേ ഡ്രാഗൺ ജി? അങ്ങനെയാണ് എപ്പോഴും എല്ലാരും അല്ല നമ്മുടെ സ്വന്തം റമ്മ അറിയപ്പെടുന്നത്. നമ്മുടെ ഈ ഓട്ടത്തലയും നമ്മളുമായിട്ട് ചില ആത്മബന്ധം. അതെ, നമ്മളതിനെ പുച്ഛിച്ചു, നമ്മൾ അപ്പൊ തന്നെ സ്പോട്ടിൽ ഉരുട്ടിയിട്ട ഒരു ചരിത്രം വരെ ഓൾഡ് മങ്കിനുണ്ട് അല്ലെ ഡ്രാഗൺ ജി? കൊച്ചിയിൽ വെച്ച് പണ്ട്. അപ്പൊ എന്നിരുന്നാലും അന്ന് തൊട്ട് കൂടെ കൂടിയതാണ് ഈ ബാധ
ഓൾഡ് മങ്ക് എന്ന് പറഞ്ഞ വികാരം. സോ ഓൾഡ് മങ്ക് ആണ് ഫസ്റ്റ് പോയിന്റ്. നമ്മൾ പല ടോപ്പ് 10 അല്ലെങ്കിൽ ഇതുപോലുള്ള ലിസ്റ്റഡ് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം ആദ്യമേ ഒരു ചെറിയ ചെറിയ ഐറ്റംസ്, പിന്നെ ഏറ്റവും ലാസ്റ്റ് മെയിൻ ഈവന്റിലേക്ക് വരും. പക്ഷെ നമ്മ ആ ടൈപ്പ് സാധനങ്ങളൊന്നും അല്ല, നമ്മൾ ആ സൈസ് സാധനങ്ങൾ എടുക്കാറില്ല, അല്ലെ ഡ്രൈവ് ചെയ്യും. നമ്മൾ ഏറ്റവും മുറ്റു സാധനങ്ങൾ മാത്രമേ നമ്മുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുള്ളൂ. അത് ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അപ്പോൾ ഇൻ ദ മീൻ ടൈം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷസ് എത്തിക്കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് മേടിച്ചാലും അതിന്റെ കൂടെ കൈവിടാത്തൊരു സാധനമാണ് എഗ് ബുർജി, അല്ലെ ഡ്രാഗൻ? ഡ്രങ്കന്റെ ഉള്ളു പെട്ടയ്ക്കാൻ തുടങ്ങി. അതെ, കണ്ട ഫസ്റ്റ് കോരിന് അതൊരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന പോലെ ഡ്രാഗൻ. എന്താണ് ഡ്രങ്കൻ? എപ്പോഴും ചോദിക്കുന്ന അല്ല, പറയുന്നത് തന്നെ പറയേണ്ടി വരും. എന്ത്? കാണാൻ വാങ്ങിച്ചതല്ലോ. അതെ, കാണാൻ വാങ്ങിച്ചല്ലോ. ഇത് നമ്മൾ ഇതുവരെ മേടിക്കാത്ത ചിക്കൻ കൊണ്ടാട്ടം. ഈ നാരങ്ങയ്ക്ക് കൊണ്ട് പിഴിഞ്ഞ് ഒഴിച്ച് ഡ്രാഗൻ. ടേബിൾ വരെ കുലുക്കുന്നു ഡ്രാഗൻ പിഴിഞ്ഞിട്ട്. എന്താണ് ഡ്രാഗൻ? ഇതിനും മാത്രം ബലമൊക്കെ ആവശ്യമാണ്. നാരങ്ങ എല്ലായിടത്തും വീഴണമെന്ന്. അത് എല്ലായിടത്തും വീഴണം. ഞാൻ കുറച്ച് പിഴിഞ്ഞ് കുഴി അതിനകത്തൊക്കെ ഒഴിച്ചു വിടും. അത് നല്ലതായിരുന്നു. അതെ, നാരങ്ങയല്ലേ. വൈറ്റ് ബക്കാടി ആയിരുന്നെങ്കിൽ. വയറ്റിളക്കോ? വൈറ്റ് ബക്കാടി ആയിരുന്നെങ്കിൽ. അതെ, നമ്മൾ പണ്ട് പോട്ട് വെച്ച് കഴിച്ചതുപോലെ. അതെ, അതിനെ കുറിച്ച് പറഞ്ഞപ്പോ മറ്റൊരു കാര്യം ഓർമ്മ വന്നു ഡ്രാഗൻ. പറയൂ. അതെ, ഫോർട്ട് കൊച്ചിയെ കുറിച്ച് പറഞ്ഞപ്പോഴും ബക്കാടിയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഓർമ്മ വന്ന മറ്റൊരു കസ്റ്റമർ, മറ്റൊരു contestant, the powerful contestant, one of the most powerful contestant ever to be have in my list. മറ്റൊന്നുമല്ല, നമ്മുടെ ബക്കാടിയുടെ തന്നെ ഏറ്റവും പവർ ഹൗസ് ആയിട്ടുള്ള ബക്കാടി കാട്ട ബ്ലാക്ക്. കാരണം ബക്കാടി കുടുംബത്തില് ഒരുപാട് വേരിയൻസ് ഉണ്ടെങ്കിൽ പോലും ബക്കാടി കാട്ട ബ്ലാക്ക എന്ന് പറയുമ്പോൾ പ്യുവർ സ്പിരിറ്റ്. അത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, കഴിച്ചിട്ടുള്ള ഞങ്ങൾക്കറിയാം. സോ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകത്തില്ല. പവറാണ്, കുടിക്കാനും ബുദ്ധിമുട്ടാണ്. കുടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പവറും കിട്ടുന്ന കിക്കും അപാരം തന്നെയാണ്. അല്ലെ ഡ്രാഗൻ ചെയ്യും. നമ്മൾ പറഞ്ഞത് ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാം. ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. അടിപൊളി വീഡിയോ ആണ്. നമ്മൾ രാവിലെ പോയി ഫോട്ടോ വെച്ചിട്ട് പോയി അല്ലെ, കാട്ട ബ്ലാക്ക് പച്ചമുളകും എല്ലാം ഇട്ട് അടിപൊളിയായിട്ട് നാടൻ സ്റ്റൈൽ അടിച്ചു. സൂപ്പറാണ്. എന്നാലും നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് ഇത്തിരി എഗ് ബുർജി കഴിച്ചു നോക്കാം. ഡ്രങ്കൻ വാരി വെതറുകയാണ്. അതെ, കാണാൻ വെച്ചേക്കുമല്ലോ അല്ലേ, പ്രത്യേകിച്ച് ഇത്. ചൂട് പോകുന്നുണ്ടോ? അതെ, ഇല്ല പിന്നെ കൊള്ളത്തില്ല. ക്വാളിറ്റി നല്ല. ഇതെന്തല്ലയോ, മല്ലിയിലല്ലേ? ആയിരിക്കോ? അതേ കരിവേപ്പിലാണോ? ഇനി കറിവേപ്പില പോട്ടെ, കറിവേപ്പിലൊന്നും അല്ലല്ലോ. ചുമ്മാ അല്ല, ഡ്രങ്കരാജ് ഇങ്ങനെ വാരി വെതർന്ന്. അത് കാരണം ഒരു സ്പൂൺ കൂടെ കഴിക്കുന്നില്ല. എന്തോ കാര്യമായ പ്രശ്നമുണ്ട് ഡ്രാഗൻ. കാണും. ഇന്ന് ചിക്കൻ കൊണ്ടാട്ടത്തിലേക്ക് ഒരു പിടിച്ചേക്കാം. നമ്മുടെ അന്യൻ മൂവിയില് നമ്മുടെ അമ്പിയെ പിടിച്ചോണ്ട് പോയിട്ട് ഫൈറ്റ് സീൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? അങ്ങനെ ചെയ്യും. ഏതാ? പോലീസ് പ്രകാശ് രാജ്. അതെ, ഐസിനകത്ത് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഐസിനെ കുറിച്ച് പറഞ്ഞതല്ല. പക്ഷെ അതിനകത്തൊരു സീക്വൻസ്, രജനിയെ പാത്തുക്കെ, കമലിനെ പാത്തുക്കെ, MGR പാത്തുക്കെ, സോമനെ പാത്തുക്കെ, സോമനല്ല ആരാണ്, അങ്ങനെ എല്ലാരെയും പാത്തുക്കെ. പക്ഷെ ഇവനെ പോലെ ഒരു നടികാരനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയാണ് പലതരത്തിലും തട്ടുകടയിൽ നിന്നും വലിയ ഹോട്ടലുകളിൽ നിന്നും എല്ലാം, സ്വിഗ്ഗിയിലായാലും നേരിട്ടായാലും എങ്ങനെയാണെങ്കിലും കൊണ്ടാട്ടം ഞാൻ കഴിച്ചു. പക്ഷെ ഇതുപോലൊരു കൊണ്ടാട്ടം ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ശരിക്കും കൊണ്ടാടാൻ പറ്റും. അതുപോലെയാണ് ഫ്ലേവറിന്റെ എക്സ്പ്ലോഷൻ. ഞാൻ എപ്പോഴും റമദി വന്നങ്ങ് ബുക്കിംഗ് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അവർ കാഴ്ച തരുന്നതുകൊണ്ടും അല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് തരുന്നതുകൊണ്ടും അങ്ങനൊന്നും അല്ല കേട്ടോ. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കൂടുതലായിട്ട് ഇവിടെ വരുന്നത് കൊണ്ടും ഇവിടെ വന്ന് നല്ല ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടുമാണ്. ഡ്രങ്കൻ, താങ്കൾ കഴിച്ചു നോക്കിയോ? ഇല്ല, കഴിച്ചില്ല. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റം ഡ്രങ്കൻ പറഞ്ഞില്ല. കാരണം അതുപോലെയാണ് ഫ്ലേവർ എക്സ്പ്ലോഷൻ. സോ അടുത്ത പോയിന്റ് ആരാണെന്ന് വെച്ചെങ്കിൽ, പോയിന്റ് ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അടുത്ത കണ്ടസ്റ്റന്റ്, ആ പവർ ഹൗസ് ആരാന്ന് വെച്ചെങ്കിൽ മറ്റാരുമല്ല, ഇംപീരിയൽ ബ്ലൂ.
എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നെരുപ്പാണ്, നമ്മളെ മലത്തി അടിച്ചിരിക്കും. അപ്പൊ ഇമ്പീരിയൽ ബ്ലൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് പറഞ്ഞല്ല, ഒരു പ്രീമിയം ലക്ഷറി എന്നൊക്കെ ഒരു ഫീൽ വരും. അപ്പോൾ അതുപോലെ തന്നെ ഓഫീസേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന ബ്രാൻഡി ഉണ്ട്, വിസ്കി ഉണ്ട്. രണ്ടും ഒരേപോലെ നമ്മളെ എടുത്തിങ്ങനെ അമ്മാനമാടും. അല്ലോ ഡ്രാഗൺ, പണ്ട് നമ്മൾ പോയിട്ടുണ്ട് ബീച്ചിന്റെ അവിടുത്തെ റിസോർട്ടിന്റെ പേരൊക്കെ മറന്നുപോയി. ഒരു രാത്രി പോയി ഓഫീസേഴ്സ് ചോയ്സുമായിട്ട്, പിറ്റേ ദിവസം ഉച്ചയായപ്പോഴാ പൊങ്ങിയതാ ഫുള്ളടിച്ചതിന് ശേഷം. ഡ്രങ്കൻ രാജ്, താങ്കൾക്ക് നമ്മുടെ എഗ് ബുർജിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? താങ്കൾ പറഞ്ഞു വളരെയധികം സത്യസന്ധമായ ഒരു കാര്യം താങ്കൾ പറഞ്ഞു. അതായത് നമ്മൾ കണ്ടോണ്ടിരിക്കാൻ പാടില്ല, അത് സത്യമായിട്ടുള്ള കാര്യം. ഭക്ഷണമാണ്, ചൂട് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ കൊള്ളൂല. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു പരുവത്തിൽ നമ്മുടെ റമദയിൽ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ഈ ഒരു എഗ് ബുർജിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? ഇവിടെ നമുക്ക് പറയുന്നതിനെക്കാട്ടി ക്വാണ്ടിറ്റി കൂടുതലുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എവിടെ വെച്ചാണെങ്കിലും ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും താങ്കൾക്ക് ഓർമ്മയുണ്ടോ, നമ്മള് ഇവിടെ കഴിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മള് പലയിടത്തും പോയി നമ്മൾ കഴിച്ചു, പക്ഷേ കിട്ടിയിട്ടില്ല മോനെ. ഇവിടെ കിട്ടുന്ന ആ ഇമ്പാക്ട് നമുക്ക് കിട്ടൂല. എന്നാലോ എല്ലായിടത്തും എഗ് ബുർജി ഉണ്ടാക്കുന്നത് മുട്ട വെച്ച് തന്നെയാണ്. അപ്പൊ മുട്ടയുടെ സ്പെഷ്യാലിറ്റി അല്ല, ആ പ്രിപ്പറേഷന്റെ സ്പെഷ്യാലിറ്റി ആണ്. അത് ഉറപ്പിച്ച് പറയാം. അതെ, കഴിക്കാൻ സുഖം. അപ്പൊ അവിടെ മുട്ട ഉടയ്ക്കട്ടെ. ഈ മുട്ടയിൽ നിന്ന് ഉണ്ടായ ആ ചിക്കനെ ഒന്ന് പരുവത്തിനാക്കി നോക്കി. അതെന്താ വരുന്നത്? ആവാഹനോ? ഡ്രങ്കൻ ആവാഹിച്ച് കേട്ടാ. അതെ അതെ, നീ ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, കണ്ടോണ്ടിരിക്കാൻ മേടിച്ചില്ല, പിന്നെ എന്നെ എന്തിനാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആരാ ചേട്ടാ? അതെ, ഞാൻ ആരാ ചേട്ടാ എന്ന് ചോദിക്കും. ഇതിന് എത്ര വിലയുണ്ടെങ്കിലും മുന്നിൽ ഫുഡ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിനെ മുൻതൂക്കം കൊടുക്കത്തുള്ളൂ. കാരണം ഇതിരുന്ന് ചീഞ്ഞു പോവുകയോ തണുത്തു പോകത്തൊന്നും ഇല്ല. അല്ല, അത് ഐസിട്ട് തണുപ്പിക്കും വീണ്ടും. അത്രേ ഉള്ളു. ഇത് അടിച്ചിട്ട് കേട്ടാ ഇവനെ ഒന്ന് പിടച്ചു നോക്കണം. ഓക്കെ, പോടേപ്പാ. അപ്പൊ ഡ്രങ്കൻ കമോൺ. എന്ത് തോന്നുന്നു? കഴിക്കട്ടല്ലേ, എന്നിട്ട് പറയാം. ഒരു പോയിന്റ് പോലും വിടാതെ കഴിച്ചു നോക്കി ആസ്വദിച്ച് പറയണം. അതാണ് ഡ്രങ്കൻ രാജ്. നമ്മള് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് എപ്പോഴും നല്ലത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ അതൊന്നും അല്ല. നിങ്ങൾ വന്ന് കഴിച്ചു നോക്കണം. തീർച്ചയായിട്ടും. അതെ, കഴിച്ചു നോക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മളിന്ന് പറയുന്നതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുപോലത്തെ ക്വാളിറ്റി, അതുപോലെ ടേസ്റ്റ്. ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പീസിലേക്ക് പോകാം. അതെ, അപ്പോ അടുത്ത പോയിന്റ് ആരായിരിക്കും? അടുത്ത കണ്ടസ്റ്റന്റ്. നമ്മൾ കഴിച്ചാൽ പെട്ടെന്ന് കയറി അങ്ങ് തലയ്ക്ക് കൊത്തുന്ന പോലെ, ഇതുപോലെ കൊത്തുന്ന സാധനം. അവൻ ആരാണ്? ഞാൻ ആരാ ചേട്ടാ എന്ന് നിങ്ങൾ ചോദിക്കും. മറ്റാരുമല്ല, നമ്മളെല്ലാരും അകപ്പെട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. അതെ, ഒരു ബെർമുഡ ട്രയാങ്കിളിലാണ് നമ്മൾ എല്ലാരും പെട്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാരിനെ എല്ലാവരുടെയും പറയും, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതെല്ലാം നിങ്ങളുടെ തോന്നൽ മാത്രം. പോടാ തരത്തില്ലാർക്കും. അതെ, ബെർമുഡ എന്ന് പറയുന്ന ഒരു നിക്കറല്ല, ബെർമുഡ എന്ന് പറയുന്ന ഒരു റമ്മുണ്ട്. ഞങ്ങൾ അടിച്ചിട്ട്, ഞാനും ഡ്രങ്കരാജു ആണെന്ന് ഓർക്കുന്നില്ല, ഞാനും വാട്ടർമാനും ആണെന്ന് ഓർക്കുന്നില്ല, അടിച്ചിട്ട് കിളി പാറിപ്പോയ ഒരു സാധനമാണ്. ആ സാധനം പിന്നെ എപ്പോഴും കണ്ടിട്ടില്ല, നിർത്തലാക്കിയത് പോലും അറിയില്ല. ഉണ്ടോ ഡ്രങ്കൻജി ഇപ്പോഴും ബെർമുഡ? കാണും. അതെ, കണ്ടിരിക്കാം, കാണുമായിരിക്കാം.
അപ്പോൾ ആ ഒരു സാധനം ഒരു മുതൽക്കൂട്ടാണ്. ഡ്രഗന്റെ പരിപാടി തുടങ്ങട്ടെ, അല്ല ചെയ്യട്ടെ ഞാൻ. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കഴിക്കുന്നതും നമ്മൾ തിരക്ക് നടന്ന് പോയി വാങ്ങിച്ച് കഴിച്ചതുമായിട്ടുള്ള ഒരു സാധനമാണ്. അത് ഇപ്പോൾ എല്ലായിടത്തും സുപരിചിതമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ നേരത്തെ ഇതിനെ വേണ്ടി അന്വേഷിച്ച് പലയിടത്തും പോയിട്ട് കിട്ടാതെ പോയി ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച് കഴിച്ചു. അതെ, അപ്പോൾ അത് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിന്റെ പേരും നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് കോണ്ടസ. അതെ, കോണ്ടസ. അതെ, എല്ലാവരും ഒരു ഷെയർ ഇടുമ്പോഴത്തേക്ക് എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നോക്കുന്നത്. അതെ, അതിലും സി ഉണ്ട്. ഫോൺ എടുത്താലും അതിലും സി ഉണ്ട്, കോണ്ടാക്ട്. അതെ, പേര് മറക്കത്തില്ല. അതെ, അതിലൂടെയാണ് കോണ്ടസ. അപ്പൊ ഇത്രത്തോളം നമ്മൾ എത്തിയില്ലേ. അപ്പൊ ഇനി ബാക്കി കൂടെ പറയാതിരുന്നത് എങ്ങനെയാ? ശരിയാവത്തില്ലല്ലോ. അതാരാണോ? മെക്ഡോണൽഡ്സ്. അതെ, അപ്പോൾ അടിച്ച കിളി പാലിക്കുന്ന അടുത്ത ആൾ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ബ്രാൻഡ് ഏതാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. അതെ, അവർക്ക് റമ്മുണ്ട്, വിസ്കി ഉണ്ട്, ബ്രാൻഡി ഉണ്ട്. അതെ, പക്ഷെ ഒരൊറ്റ ലേബൽ. അതെ, ഒരൊറ്റ ലേബൽ, മെക്ഡോണൽഡ്സ്. ഒത്തിരി കാലമായി അല്ല ഡ്രാഗൻ നമ്മൾ മെക്ഡോണൽഡ്സ് ഒന്ന് പരീക്ഷിച്ചിട്ട്. അതെ, ഒത്തിരി കാലമായി. കാരണം ലാസ്റ്റ് ഞാൻ കഴിച്ചപ്പോഴും, ഞാൻ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൂട്ടുകൃഷി കഴിച്ചു. നമ്മുടെ വാട്ടർമാൻ അല്ല, നമ്മുടെ ജിമ്മൻ. അതെ, ജിമ്മന്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് മെക്ഡോണൽഡ്സ് സെലിബ്രേഷൻ. പക്ഷെ അവൻ ആ സത്യം അറിഞ്ഞില്ല കേട്ടോ ഡ്രാഗൻ ജി. അവൻ ഇഷ്ടപ്പെടുന്നതിന് മുമ്പേ MDയുടെ സ്വന്തമായിരുന്നു മെക്ഡോണൽഡ്സ്. ഇതൊരു പ്രണയകഥ പോലെ ഉണ്ടല്ലോ. So that's the thing. Celebration is everything to everyone. അപ്പൊ എന്തായാലും സെലിബ്രേഷന്റെ വേരിയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ അതിലെ റമ്മിൽ ഞാൻ ഉടക്കില്ല. അതെ, one of the most finest, one of the most powerful ambient thing of all, Hercules rum. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇനി വേറെ വല്ല ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോ ഹെർക്കുലീസ് എന്ന് പറയുന്നത് ഒരു വിന്റേജ് സാധനമാണ്, ഒരു ലെജൻഡ് ആണ് ആക്ച്വലി, ജസ്റ്റ് ലൈക്ക് ഓൾഡ് മഗ്. സോ ദ നെക്സ്റ്റ് പോയിന്റ്, ദ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ഈസ് ഹെർക്കുലീസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഓർമ്മയിൽ നിന്ന് ഒരു കാര്യം ഓർമ്മ വരും. അത് മറ്റാരുമല്ല, അത് പറയാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ മുമ്പിലുണ്ട്. മറ്റാരുമല്ല, നീല ഇട്ടതുകൊണ്ട് നീല ഡ്രാഗൻ. പറഞ്ഞോളൂ, ആരാണ് അടുത്ത നമ്മുടെ കണ്ടസ്റ്റന്റ്? അടുത്ത നമ്മുടെ കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതെ, സാധാരണക്കാർക്കും എല്ലാവർക്കും കഴിക്കാവുന്നതും എല്ലായിടത്തും കിട്ടുന്നതും എന്നും കിട്ടുന്നതുമായിട്ടുള്ള ഒരു സാധനം. ആരാണവൻ? ഡാഡി വിൽസൺ. ഡാഡി വിൽസൺ. അതെ, നമ്മുടെ സ്വന്തം ഡാഡി. അതെ, അതിന്റെ ക്വാർട്ടർ മുതൽ ഉള്ളു വരെ ലെറ്റർ ഉണ്ട്. അതാണ് ഡാഡി വിൽസൺ. അതെ, അതാണ് ഡാഡിയുടെ പവർ. രണ്ട് ബാച്ച് ഉണ്ട്, അതായത് റമ്മുണ്ട്, ബ്രാൻഡി ഉണ്ട്. രണ്ട് ബാച്ചാ? ഇതെന്താണ് കോളേജാ ബാച്ച് പറയാനായിട്ട്? എന്താണ് ഡ്രാഗൻ? പക്ഷെ ഡ്രാഗൻ പറഞ്ഞ വളരെയധികം കറക്റ്റ് ആയിട്ടുള്ള കാര്യം. രണ്ട് ബാച്ച് ഉണ്ട് അല്ലേ? ഡാഡിയുടെ റമ്മുണ്ട്, ഡാഡിയുടെ ബ്രാൻഡി ഉണ്ട്. രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ്. ആ പേര് അതേപോലെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതെ, ഡാഡി കൂൾ. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, റംഗരാജിന്റെ ഈ ഒരു നീല കോസ്റ്റ്യൂം കണ്ടിട്ട് ഞാൻ പറയാൻ വന്നത് മറ്റാരുമില്ല, ഓൾഡ് ഫോക്സ്.
പണ്ട് ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം എനിക്ക് പനി വന്ന സമയത്ത് നമ്മുടെ ക്യാമറട്ടിൽ പോയി ആ ഒരു നീല ആംബിയൻസിൽ നമ്മൾ കഴിച്ചത് ഓർക്കുന്നുണ്ടോ ഡ്രാഗൻ? അതേ ഓൾഡ് ഫോക്സ്, നീല കുറുക്കൻ കള്ളക്കടയാടി അല്ലേ? അതെ, ആ ഒരു പനിയുള്ള സമയത്ത് തണുക്കാത്ത സോഡ 2-3 വർഷം മുമ്പുള്ള കാര്യം കേട്ടോ ഡ്രാഗൻ അല്ല MD പറയുന്നു. പക്ഷെ അതൊരു അന്യായ സാധനമായിരുന്നു കേട്ടോ. പെട്ടെന്ന് കയറി തലയ്ക്ക് പിടിച്ച് എനിക്ക് തലയ്ക്ക് പിടിച്ചെന്ന് പറയും, നിങ്ങളിപ്പോ ചിന്തിക്കാൻ എനിക്ക് പനിയായിരുന്നു ഉണ്ടായിരുന്നു പറയും. പക്ഷെ ഡ്രങ്കൻ രാജനും തലയ്ക്ക് പിടിച്ച അല്ല, ഓർമ്മ ഉണ്ടോ? അതാണ് ഓൾഡ് ഫോക്സ് എന്ന് പറയുന്ന ഒരു വിന്റേജ് സാധനമാണ്. ഓൾഡ് ഫോക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഓൾഡ് ആയിട്ടുള്ള മറ്റൊരു സാധനമുണ്ട്, തനിക്കറിയാമോ? ഓൾഡ് പോർട്ട് റാം. ആരാ? അതെ, ഓൾഡ് പോർട്ട്. അത് ചെറിയ ഓപ്പിയർ അതാണ് ഡ്രങ്കൻ, അതാണ് നോക്കിയത്. ആ ചെറിയത് കേട്ടിട്ടുണ്ടല്ലോ, OPR എന്നല്ലേ ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ? അതല്ലേ താനിപ്പോ അതന്നെ OPR-നാണ് നമ്മൾ ചില സാധനങ്ങൾ, നമ്മൾ പല ബ്രാൻഡുകളും ഇതുപോലെയാണ് അതിന്റെ അപരനാമത്തിൽ അല്ലെങ്കിൽ ഷോർട്ട് ഫോമിലായിരിക്കും അതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഇപ്പോ MH അല്ലെ, അതെ, RC എന്ന് പറയുന്നത് റോയൽ ചലഞ്ച് എന്ന് പറയുന്നത്. അതെ, താങ്കൾ നേരത്തെ RC പറഞ്ഞു, താങ്കൾ ഇപ്പൊ RC കഴിച്ചല്ലോ. അതുപോലെ തന്നെ RC എന്ന് പറയുന്നത് നമ്മളിപ്പോ ചിന്തിക്കുമ്പോൾ എന്താ RC 390 മേടിക്കാൻ ഷോറൂമിൽ വന്നാ എന്ന് ചോദിക്കും ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാര്. MC എന്ന് പറയുന്നത്. അതെ, പക്ഷെ ഒന്നും ആർക്കും ഇന്നത്തെ ജനറേഷൻ മനസ്സിലാകത്തില്ലായിരിക്കും. അതാണ് അതിന്റെ സത്യാവസ്ഥ. അവര് 2255 അതാരാ? പുതിയ സാധനങ്ങളാണ്. രാജ്മോഹൻ അല്ലേ? അതൊക്കെ പുതിയ സാധനങ്ങളാണ്. 2255 1987 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാൾസ് ബാബേജ് ആരാണ്, വാസ്കോ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. എന്തൊക്കെയല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട് ഡ്രാഗൻ അത് പച്ചവളമായിരുന്നു. എല്ലാത്തിനും കിട്ടുന്ന ഒരേ ഫീൽ. അതെ, എല്ലാത്തിനും കിട്ടുന്നത് ഒരേ ഫീൽ ആണെന്ന് മാത്രമല്ല, എല്ലാം ഏകദേശം ഒരേ സാധനം തന്നെയാ, ഫ്ലേവറും മാറ്റി അല്ലേ? അതാണ് സത്യസന്ധമായ കാര്യം. അതിലും മായം ചേർക്കുന്നു. നമ്മുടെ സ്വന്തം ജവാൻ, അടുത്ത കണ്ടസ്റ്റന്റും ജവാൻ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്തെ ജവാനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ പഴയൊരു ജവാൻ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെയൊക്കെ ഒരു പ്രൈം ടൈമില് നമ്മളൊന്നും അങ്ങനെ പറയാം, നമ്മൾ പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല. പക്ഷേ ഒരു ജവാൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അടിച്ചാൽ ഒരു പെഗിൽ തന്നെ അതിന്റെ ഇമ്പാക്ട് അറിയാവുന്ന ഒരു ജവാൻ ഉണ്ടായിരുന്നു. ആ ജവാനെയൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുകയാണ് അല്ലേ ഡ്രാഗൻ? കേരള സർക്കാർ എന്തിന് ഈ അഴിമതി കാണിച്ചു? നമ്മുടെ അഭിമാനമായിരുന്നു നമ്മുടെ തിരുവല്ല ഡിസ്റ്റിലറി അല്ലേ? അതിൽ തന്നെ മായം കാണിക്കുന്നത് നമ്മൾ സർക്കാരിന്റെ കുഴപ്പമില്ല, അവിടുത്തെ ജീവനക്കാരുടെ കുഴപ്പമാണ്. എന്നിരുന്നാലും ജവാൻ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞങ്ങളത് ജവാനായിട്ട് കണക്കാക്കുന്നു. എല്ലാം ഡ്രൈവ് ചെയ്യും. നമ്മൾ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നമ്മളല്ല നമ്മുടെ ഇന്നത്തെ മനസ്സിലാക്കി കളഞ്ഞല്ലേ കച്ചിക്കള്ള. ഇങ്ങനെ നിറയുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സ് പോലും നിറയുക. ഡ്രങ്കൻ അറിയാം എവിടെ എങ്ങനെ വേണമെന്നല്ലേ? അതാണ് ഡ്രങ്കരാജ്. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു. നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്നൊരു സസ്പെൻസും കാര്യങ്ങളൊന്നും. ഏറ്റവും ദുർബലനായിട്ടുള്ള ആളെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അല്ലെ? സാധാരണ എല്ലാ ലിസ്റ്റിലും ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ആൾക്കാരല്ലെങ്കിൽ ലാസ്റ്റ് പറയും. പക്ഷെ നമ്മൾ MDTV ആയതുകൊണ്ട് ഏറ്റവും ദുർബലനെ ഏറ്റവും ലാസ്റ്റ് പറയാം അല്ലെ? ഞങ്ങള് സാഡിസ്റ്റ് ആണ്. നമ്മുടെ ഏതാണ് പടം? നമ്മുടെ തുടരും പറയുന്ന പോലെ CI പേരെന്തത്? CI ജോർജ് സാറ്. ജോർജ് സാറ് സാഡിസ്റ്റ് ആണ് ഞങ്ങൾ എല്ലാരും അല്ലെ? അപ്പൊ എന്തായാലും ലാസ്റ്റ് ആരെ പറയണം? നിങ്ങൾ നേരത്തെ MH-നെ പരിചയപ്പെടും. അതേ ഷോർട്ട് ഫോമിൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. സാഡിസ്റ്റ് MD, സാഡിസ്റ്റ് ഡ്രങ്കൻ ജന്മന. അതെ, MH എന്ന വെളിപ്പേരുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന മലബാർ ഹൗസ്. പണ്ട് ഞാൻ അതിനെ തരം താഴ്ത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാനല്ല, ഡ്രങ്കൻ മേടിച്ചുകൊണ്ട് വന്ന കുപ്പിനെ ഞാൻ തരം താഴ്ത്തി. നമ്മുടെ ഇതേ റമദാനിലെ ലോക്ക്ഡൌൺ സമയത്ത് താഴത്തെ റൂമില് ഫസ്റ്റ് ഫ്ലോറില്, നമ്മളിപ്പോ 7ാം നിലയില. സോ അതാണ് നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ്. അടിച്ച് നെരുപ്പാക്കി കളഞ്ഞ ഞങ്ങളെ. പണ്ട് ഞങ്ങളെന്ന് പറഞ്ഞ പെട്ടെന്ന് കിക്കായി കഴിഞ്ഞാല് അതിന് മോശം പറയും അല്ലെ? അത് ചാത്തൻ.
എന്നൊക്കെ പറയും. സോ അതാണ് ലാസ്റ്റ് പോയിന്റ്. ആൻഡ് ദിസ് Last point and last ലാസ്റ്റ് ചിയേഴ്സ്. അതെ, ഓക്കെ ഗായ്സ്. അപ്പോൾ നമ്മള് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയണം എന്നുള്ളത്. അപ്പോൾ വീഡിയോ പുരോഗമിച്ചപ്പോൾ നമ്മൾ തോന്നി, അല്ലെ, ഞങ്ങൾക്ക് തോന്നി അത് അടുത്ത വീഡിയോയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം എന്നല്ലേ. അതെ, ഇന്നത്തെ വീഡിയോക്ക് ഇത്രയും മതി. പക്ഷെ ആ ഒരു കാര്യം വളരെയധികം വൈറ്റലാണ്, ഇമ്പോർട്ടന്റ് ആണ്. സോ അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers with you all. അടുത്ത റൗണ്ട് എച്ചിലി ആയിട്ടോ, എച്ചിലല്ലേ,